ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ബ്രെഡും അതിൻ്റെ കൂടെ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ടൊരു പുട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു 6 കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ സവാള, ക്യാരറ്റ്, പിന്നെ 2 പച്ചമുളക് കുരുവൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഏത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ബ്രെഡ് നമുക്കൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ബ്രെഡ് ക്രംസ് തയ്യാറാക്കില്ലേ, ആ ഒരു രീതിയിൽ തന്നെ പൊടിച്ചെടുക്കണം. വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല. നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ജാറിൽ വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ തേങ്ങാപ്പാലൊക്കെ ആ ബ്രെഡിൻ്റെ പൊടിയിൽ ചേർന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതുപോലത്തെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ 2 ടീസ്പൂൺ റവയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചിരട്ട പുട്ടുമേക്കറിലാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊടിഞ്ഞൊന്നും പോവില്ല. അപ്പോൾ നിങ്ങൾ നീളത്തിലുള്ള പുട്ടുമേക്കറിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ 2 ടീസ്പൂൺ റവയോ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് പുട്ടിന് ആവശ്യമായ മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് പുട്ടുമേക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു കുക്കറിൻ്റെ മീതേക്ക് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. കുക്കറിൽ നന്നായിട്ട് ആവി വന്നതിന് ശേഷം വേണം വെച്ച് കൊടുക്കാൻ. ഏകദേശം ഒരു 3 മിനിറ്റ് വേവിച്ചെടുത്താൽ നമ്മുടെ ബ്രെഡ് പുട്ട് തയ്യാറാവും. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് പുട്ട് തയ്യാറായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒരു ഓംലേറ്റോ അല്ലെങ്കിൽ ഒരു ബുൾസയോ തയ്യാറാക്കിയിട്ട് വെച്ചാൽ കുട്ടികൾക്കൊക്കെ എന്തായാലും വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മറക്കല്ലേ. താങ്ക്